സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അന്നമൊരുക്കുന്ന പാചക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമെന്ന ഇടത് സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കായി. ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നത് പോയിട്ട് ഈ പാവങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നോ എന്ന് അന്വേഷിക്കാനും അധികാരികൾക്ക് താൽപ്പര്യമില്ല. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് നൽകുന്ന തുച്ഛമായ വേതനം പോലും മുടങ്ങുന്നതും ഇപ്പോൾ പതിവാണ്. റിപ്പോർട്ടിലേക്ക്. ഒരു വിദ്യാലയത്തിലെ 500 കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കാൻ ഒരു പാചക തൊഴിലാളി. ഇതാണ് സർക്കാരിൻ്റെ കണക്ക്. സഹായിയെ വേണമെങ്കിൽ കിട്ടുന്ന 600 രൂപ ദിവസ ശമ്പളത്തിൽ നിന്നും ഇവർ തന്നെ കൊടുക്കണം. ഈ 600 രൂപയല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല. ആകെയുള്ള വേതനവും കുടിശ്ശികയാകാൻ തുടങ്ങിയിട്ട് നാളു കുറച്ചായി. 3-4 മാസത്തെ കുടിശ്ശിക കുന്നുകൂടുമ്പോൾ ഒരു മാസത്തെയെങ്കിലും കഷ്ടിച്ചു കിട്ടിയാലായി. 3 മാസത്തിനൊടുവിൽ അടുത്തിടെ നൽകിയ വേതനത്തിലും സർക്കാർ 1000 രൂപ വെട്ടിക്കുറച്ചു. കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്നതാണ് ഇതിനു കാരണമത്രേ. അധികാരം ലഭിച്ചാൽ സ്കൂൾ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരായി സ്ഥിരപ്പെടുത്തുമെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഉറപ്പ്. 1-2 തവണ പിണറായി സർക്കാർ ഭരണത്തിലേറിയിട്ടും ഈ വാക്ക് യാഥാർത്ഥ്യമായിട്ടില്ല. തമിഴ്നാട്ടിലടക്കം ഇതിനോടകം സ്കൂൾ പാചക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിയിട്ടും കേരള സർക്കാർ ഈ പാവങ്ങളുടെ കണ്ണീര് കാണാത്ത മട്ടാണ്. കോവിഡ് കാലത്തടക്കം ജോലിയും കൂലിയുമില്ലാതെ ഇവരനുഭവിച്ച ദുരിതം ചെറുതല്ല. ചെയ്യുന്ന ജോലിക്ക് തുച്ഛമായതെങ്കിലും ആകെയുള്ള വേതനമെങ്കിലും മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന് മുന്നിൽ ഇവർ കൈകൂപ്പി ആവശ്യപ്പെടുന്നത്. ഒപ്പം പതിവ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാക്കാതെ ഇവരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്താനും സർക്കാർ ഇടപെടുക തന്നെ വേണം. ഈ പാവങ്ങളൊന്ന് പണിമുടക്കിയാൽ അന്ന് കുഞ്ഞുങ്ങൾ പട്ടിണിയാകും. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ദിവസവും ജോലി മുടക്കാറില്ല. ഇതൊക്കെ തന്നെയാണ് അധികാരികൾ മുതലെടുക്കുന്നത്. പ്രതിപാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഏറെയുണ്ടെങ്കിലും കുട്ടികൾ പട്ടിണിയാകാതിരിക്കാനാണ് ഉച്ചഭക്ഷണം ഒരുക്കാൻ എത്തുന്നതെന്ന് പാചക തൊഴിലാളികൾ പറയുന്നു. കടം വാങ്ങി ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയാണ് പലർക്കുമുള്ളത്. ഇവരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പാചക തൊഴിലാളികളുടെ സംഘടനാ നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. പ്രതികരണങ്ങൾക്കാണ്. നമുക്ക് പാടുള്ള ജോലി തന്നെ, പിന്നെ ഇച്ചിരി ശമ്പളം കൂട്ടി തന്നാലോ ഒക്കെ, ഇല്ലെങ്കിൽ ഞങ്ങളെ സർക്കാർ ജീവനക്കാരെ എടുത്താലും കൊള്ളാം. എന്തോ ചെയ്യും, ഞങ്ങൾ പിന്നെ എവിടുന്നെങ്കിലും കടമൊക്കെ മേടിച്ച് കഴിയും. അന്ന് കയറിയത് പിന്നെ ആദ്യം 20 രൂപ, പിന്നെ അതങ്ങ് 15 ആക്കി, പിന്നെ 35 ആക്കി, പിന്നെ 50 ആയി. ജോലിക്ക് വരാതിരുന്ന കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ട് ജോലിക്ക് വന്ന കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. ലോണൊക്കെ എടുത്ത് പൈസ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവരവിടെ പലിശയുടെ പലിശയും എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളേക്ക് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കൂടി പൈസ കാണത്തില്ല. എന്നാൽ ആരെടുത്തും നമ്മൾ പരാതി പറയാനാ, തരുമ്പം വാങ്ങിക്കൂ, അങ്ങനെ ഉള്ള ഒരു ഇതാണ്. നമ്മളെ ഒന്നും ഇതുവരെയും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. കാലാകാലങ്ങളോളം ഇങ്ങനെ കിടന്ന് ചെയ്യാവുന്നതല്ലാതെ ഒരു ഇതുമില്ല, ഒരു പ്രതീക്ഷയും ഇല്ല. വളരെയേറെ കഷ്ടവും ദുരിതവും അനുഭവിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ. പലപ്പോഴും വാടക വീടുകളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് ഈ രംഗത്ത് കൂടുതലുള്ളത്. പ്രായാധികം കൊണ്ട് പിരിയുന്ന തൊഴിലാളികൾ വേറും കൈയോടുകൂടി ഇറങ്ങിപ്പോകണം. അവർക്ക് വിരമിക്കൽ ആനുകൂല്യമോ മറ്റവകാശങ്ങളോ കൊടുക്കാറില്ല. ജോലിക്ക് ഒരു ദിവസം വന്നില്ലെങ്കിൽ അവർ പട്ടിണിയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി സുജിത്ത് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സുജിത്ത്, ഈ സർക്കാർ നൽകിയ ഉറപ്പാണ്, അത് വെറും ഉറപ്പായി മാത്രമായി ഒതുങ്ങുന്നു. പക്ഷേ ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. സർക്കാരിന്റെ അവഗണന, ജോലിക്കാരോടുള്ള സമീപനം, അത് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ സുജിത്ത്? അശ്വതി, സ്കൂൾ പാചക തൊഴിലാളികൾ ഇങ്ങനെ കരിയും പുകയുമേറ്റ് അടുപ്പിൻ കീഴിൽ കഴിയുമ്പോൾ അവർക്ക് കൃത്യമായ വരുമാനം അല്ലെങ്കിൽ കൃത്യമായ വേതനം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാരിനുണ്ടാകുന്ന വലിയ വീഴ്ച, ഒപ്പം തന്നെ ഇവരെ സ്ഥിരപ്പെടുത്താമെന്നുള്ള സർക്കാരിൻ്റെ വാഗ്ദാനം, അത് അധികാരത്തിലേറും മുമ്പ് തന്നെ 1ാം പിണറായി സർക്കാർ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. അത് 2ാം പിണറായി സർക്കാർ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ തന്നെ ഇവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും ഒക്കെ നൽകാമെന്ന് പറയുമ്പോഴും ലഭിക്കുന്ന 600 രൂപ ദിവസവേതനം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒന്ന്. ഒപ്പം തന്നെ ഇവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ, അതായത് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സ്കൂൾ പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിച്ചിട്ടും നമ്മുടെ കേരളത്തിൽ ഇവർക്ക് പാർട്ട് ടൈം ജീവനക്കാരായി പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിൽ പലതവണ ഇവർ ഈ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് പലതവണ സമരങ്ങൾ നടത്തി, പലതരത്തിലുള്ള ഈ സ്കൂൾ പാചക തൊഴിലാളികളുടെ സംഘടനകളടക്കം പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ട് പോലും ഇവരുടെ ശമ്പളം പോലും, അതായത് ദിവസവേതന വരുമാനം പോലും കൃത്യം
കൃത്യമായി നൽകുന്നതിൽ വലിയ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 3 മാസത്തെ കുടിശ്ശികയിൽ നിന്നും കുടിശ്ശിക ഉണ്ടായിരിക്കുകയാണ്. 1 മാസത്തെ തുക ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇവർക്ക് വിതരണം തുടങ്ങിയത്. എന്നാൽ ഈ തുകയിൽ നിന്നും 1000 രൂപ വെച്ച് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ 1000 രൂപ കുറച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി ലഭിക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കാത്തത് കൊണ്ടാണ് 1000 രൂപ കുറഞ്ഞത് എന്നാണ്. കേന്ദ്രവും കേരളവും ചേർന്നാണ് ഇവർക്ക്. ശരി സുജിത്ത്, എന്തായാലും സർക്കാർ നൽകിയ ഉറപ്പാണ്, അത് പാലിക്കേണ്ട കടമയും സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുജിത്ത് സുരേന്ദ്രൻ നൽകിയത്.